ലോകത്തിലെ എല്ലാ തലകളെക്കാളും മെച്ചപ്പെട്ടതാണ് ഒരു നല്ല ഹൃദയം. ലിട്ടൻ്റെ വാക്കുകളിൽ നിന്നാണ്. നാട്ടിൽ ചെറിയ മനോദൗർബല്യമുണ്ടായിരുന്ന ഒരു വ്യക്തിയുണ്ട്. ആ പരിസരത്തിലെ എല്ലാവർക്കും ഉപകാരിയായ മനുഷ്യൻ. ഏതെങ്കിലും ഭവനങ്ങളിൽ വിവാഹമോ മറ്റാഘോഷങ്ങളോ മരണമോ എന്തു തന്നെയായാലും അറിഞ്ഞാൽ ആദ്യം അവിടെ എത്തി ആ വീട്ടിലെ ഒരംഗത്തെപ്പോലെ എല്ലാ കാര്യങ്ങളിലും ഓടി നടന്ന് ചെയ്യുന്നവൻ. അയാളെക്കാൾ പ്രായം കുറഞ്ഞവരെ എല്ലാവരും അവൻ്റെ സ്വന്തം അനിയന്മാരും പ്രായക്കൂടുതലുള്ളവർ ചേട്ടന്മാരുമായാണ് അയാൾ കണ്ടിരുന്നത്. എൻ്റെ വീട്ടിലെ ആവശ്യങ്ങളിലും നീ എൻ്റെ അനിയനാണ്, അപ്പോൾ കാര്യങ്ങളൊക്കെ നോക്കി നടത്തേണ്ടത് എൻ്റെ ഡ്യൂട്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തോളിലൊക്കെ തട്ടി തിരിച്ചൊന്നും ആഗ്രഹിക്കാതെ ഓരോ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യുന്നവൻ. അവിടെയുള്ള എല്ലാവർക്കും പ്രിയങ്കരനായവൻ. എങ്കിലും പക്വതയില്ലാത്ത സംസാരങ്ങളും പെരുമാറ്റവും. ചില സമയങ്ങളിൽ അവൻ ചിലർക്കൊക്കെ ഒരു കോമാളിയെപ്പോലെ ആകാറുണ്ട്. ഒരുപാട് നന്മകളും സ്നേഹവുമുള്ള ആ മനുഷ്യൻ്റെ ചില ദൗർബല്യങ്ങളാണ് ചുരുക്കം ചില ചെറുപ്പക്കാർ മുതലെടുത്തത്. അരപ്പിരിയുള്ളവനെ മുഴുവൻ പിരിയാക്കുന്നവർ. പൊതുവെ ശാന്തനായിരുന്ന അവനെ ശുണ്ഠിത്തരങ്ങൾ പറഞ്ഞ് ദേഷ്യം പിടിപ്പിക്കും. ആ സമയത്തെ അവൻ്റെ ചേഷ്ടകളും സംസാരവും കേട്ട് കൈകൊട്ടിച്ചിരിക്കുകയും ചെയ്യും. അവർ തന്നെ വട്ടനാക്കാൻ പറയുകയാണെന്ന് തിരിച്ചറിയാൻ കഴിയാതെ അവൻ അവരുടെ മുമ്പിൽ വെറുതെ കോമാളി വേഷം കെട്ടുന്നു. അവൻ്റെ സ്വന്തം ചേട്ടൻ എന്നോട് പലപ്പോഴും ഇതേപ്പറ്റി സങ്കടം പറയുമായിരുന്നു. കഷ്ടം. കളിയാക്കുന്നവരുടെ ശല്യം കാരണം അവൻ്റെ വീട്ടുകാർ അവനെ ഇനി ഒരിക്കലും തിരികെ വരാത്ത വിധം മുംബൈയിലെ ബന്ധുവീട്ടിലേക്ക് നാട് കടത്തി. വചനം ഇങ്ങനെ പറയുന്നു: നിങ്ങൾ അന്യോന്യം സഹോദരതുല്യം സ്നേഹിക്കുവിൻ, പരസ്പരം ബഹുമാനിക്കുന്നതിൽ ഓരോരുത്തരും മുന്നിട്ട് നിൽക്കുവിൻ. എല്ലാവരുടെയും ചേട്ടന്മാരും അനിയന്മാരുമായി കാണുന്ന ആ ഉപകാരിയായ സഹോദരൻ അവൻ്റെ കുറവുകളെ പെരുപ്പിച്ച് ഒരു നേരം പോക്കായി മാറ്റാതെ അവനോട് സ്നേഹത്തോടുകൂടെ പെരുമാറിയിരുന്നെങ്കിൽ, അല്പം ബഹുമാനം കൊടുത്തിരുന്നുവെങ്കിൽ. ഇപ്പോഴും മോവിനെ പോലെയുള്ളവർ നമ്മുടെ ഇടയിലുണ്ട്, കളിയാക്കുന്നവരും. നാം ഇതിൽ ഏത് ഭാഗത്താണ് ഉള്ളത് ചിന്തിക്കാം.